ഗുണഭോക്താക്കൾക്ക് വമ്പൻ സന്തോഷവാർത്ത. സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ വിവിധ വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്നവർക്ക് പെൻഷനിൽ 25% കൂടുതൽ തുക അനുവദിച്ചേക്കും. 2026 മെയ് മാസത്തിലെ സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ, ക്ഷേമനിധി പെൻഷനുകൾ, വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യ വിതരണം എന്നിവ വമ്പൻ മാറ്റങ്ങളോടുകൂടി ആരംഭിക്കുകയാണ്. വലിയ പ്രഖ്യാപനങ്ങളോടുകൂടി UDF സർക്കാർ അധികാരത്തിലേക്കെത്തിയപ്പോൾ സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ തുകയിൽ വലിയൊരു വർധനവ് കൂടിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. UDF സർക്കാരിൻ്റെ ആദ്യ ക്യാബിനറ്റ് യോഗത്തിലെ നിർണായക തീരുമാനങ്ങളും അതുപോലെ തന്നെ കന്യ ബജറ്റിലെ വൻ പ്രഖ്യാപനങ്ങളുമാണ് രാഷ്ട്രീയ കേരളം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. വിവിധ വിഭാഗങ്ങൾക്ക് ക്ഷേമ പെൻഷൻ തുകയിൽ 25% വർധനവ് ഉൾപ്പെടെ അടിസ്ഥാന പെൻഷൻ തുകയിൽ നിലവിലുള്ളതിൽ നിന്നും 1000 രൂപ വരെ വർധനവ് കൂടിയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അടിസ്ഥാന പെൻഷൻ 3000 രൂപയാക്കി ഉയർത്തുമെന്നുള്ളത് UDF സർക്കാരിൻ്റെ പ്രകടന പത്രികയിലെ വാഗ്ദാനം കൂടിയാണ്. പെൻഷൻ തുകയിൽ വലിയൊരു വർധനവ് വരുന്നത് ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായി തീരും. നിലവിൽ 62 ലക്ഷത്തോളം വരുന്ന ആളുകളാണ് സാമൂഹിക സുരക്ഷാ പെൻഷൻ പട്ടികയിൽ ഉൾപ്പെടുന്നത്. പുതിയ സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ ഏറ്റവും അർഹതപ്പെട്ട ഗുണഭോക്താക്കൾക്ക് തന്നെയാകും പെൻഷൻ തുക വിതരണം ആരംഭിക്കുക. നേരത്തെ ഉണ്ടായിരുന്ന സർക്കാർ മാനദണ്ഡങ്ങളിലും മാറ്റം പ്രതീക്ഷിക്കാം. വിവിധ പെൻഷനുകൾ, അവിവാഹിത പെൻഷനുകൾ, ഭിന്നശേഷി പെൻഷനുകൾ എന്നിവ കൈപ്പറ്റുന്നവർക്കുള്ള സർട്ടിഫിക്കറ്റും സമർപ്പണവും, 5 സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ കൈപ്പറ്റുന്നവർക്കുള്ള വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പണവും, അതാത് കാലയളവിലുള്ള വാർഷിക മാസ്റ്ററിങ്ങും, അതോടൊപ്പം തന്നെ 8 ലക്ഷത്തോളം വരുന്ന ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കുള്ള ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പണത്തിലും നിലവിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടില്ല. പുതിയ സർക്കാർ അധികാരത്തിലെത്തുന്നതോടുകൂടി ഇതിലുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് വരും ദിവസങ്ങളിൽ തന്നെ അറിയാൻ കഴിയും. നിലവിലെ ലിസ്റ്റ് പ്രകാരം അടിസ്ഥാന പെൻഷൻ 3000 രൂപയാക്കി ഉയർത്തുമ്പോൾ 62 ലക്ഷത്തോളം വരുന്ന ആളുകൾക്കാണ് പെൻഷൻ തുക എത്തിച്ചേരുക. 26 ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ബാങ്ക് അക്കൗണ്ട് നമ്പറുകൾ നൽകിയിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് അക്കൗണ്ടിലേക്കും 24 ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് കൈകളിലേക്കും തുക എത്തിച്ചേരും. അർഹരായ കൂടുതൽ ഗുണഭോക്താക്കളെ പെൻഷൻ ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്തുന്നതിനുള്ള ആലോചനകളും പരിഗണനയിലാണ്. എന്നാൽ കർശനമായ ഭൗതിക സാഹചര്യ പരിശോധനകൾ കൂടി ഇവർ നേരിടേണ്ടി വരും. ഏറ്റവും അർഹതപ്പെട്ട ഗുണഭോക്താക്കളിലേക്കാണ് പെൻഷൻ തുക വിതരണം ആരംഭിക്കുക. 3000 രൂപ വീതം പെൻഷൻ വിതരണം ചെയ്യുമ്പോൾ വലിയൊരു സാമ്പത്തിക ബാധ്യത തന്നെ സംസ്ഥാന സർക്കാർ നേരിടേണ്ടി വരും. അതുകൊണ്ട് തന്നെ പുതുതായി പെൻഷൻ അപേക്ഷിച്ച് വെച്ച കാത്തിരിക്കുന്ന ഗുണഭോക്താക്കൾക്കും ഈ പരിശോധനകൾ ബാധകമാകും. നാളിതുവരെയും വരുമാന സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കാത്ത ഗുണഭോക്താക്കളിലേക്ക് നേരത്തെയുള്ള സർക്കാരുകൾ നൽകിയിട്ടുള്ള കാലാവധി ജൂൺ 30 അവസാനിക്കും. 5 സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ, ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾ എന്നിവർക്ക് പെൻഷൻ തുക 3000 രൂപ വീതം എത്തുമ്പോൾ ഭിന്നശേഷിക്കാർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷനിൽ 25% കൂടുതൽ തുക നൽകുമെന്നും UDF സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഭിന്നശേഷി നേരിടുന്ന പെൻഷൻ ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം ഇത് ആശ്വാസകരമായി തീരും. ഇതോടൊപ്പം തന്നെ സർക്കാർ മാനദണ്ഡങ്ങളിലും ഇളവ് പ്രതീക്ഷിക്കാം. സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്രയ്ക്ക് പുറമെ കോളേജ് വിദ്യാർത്ഥിനികൾക്ക് പ്രതിമാസം 1000 രൂപ വീതം നൽകുന്ന പദ്ധതികളും ഉടൻ ആരംഭിക്കും. ഇതിനു പുറമെ അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ സ്മരണാർത്ഥമായി പ്രഖ്യാപിച്ചിട്ടുള്ള 25 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് സാധാരണക്കാർ ഏറെ പ്രതീക്ഷയോടുകൂടി ഉറ്റുനോക്കുന്നത്. ഇതിനു പുറമെ യുവാക്കൾക്ക് 5 ലക്ഷം രൂപ വരെ പലിശരഹിത വായ്പ, BPL വിഭാഗത്തിന് സൗജന്യ ഡയാലിസിസ്, റബ്ബറിന് 300 രൂപ താങ്ങുവില, സംസ്ഥാന വ്യാപകമായ ഇന്ദിരാ ക്യാൻറ്റീനുകളും ആശാ വർക്കർമാർക്ക് കുറഞ്ഞത് 700 രൂപ ദിവസവേതനം തുടങ്ങിയ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാൻ പുതിയ സർക്കാരിന് വലിയൊരു സാമ്പത്തിക ബാധ്യത തന്നെ ഏറ്റെടുക്കേണ്ടി വരും. പുതിയ ഭരണസമിതി അധികാരത്തിൽ വരുന്നതോടുകൂടി സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ തുടങ്ങിയ മെയ് മാസത്തിലെ ആദ്യഘട്ട വിതരണം വമ്പൻ മാറ്റങ്ങളോടുകൂടി ആരംഭിക്കും. കൂടുതൽ പ്രഖ്യാപനങ്ങൾ ഉടൻ തന്നെ പ്രതീക്ഷിക്കാം. വരും മണിക്കൂറുകളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.